എടാ ജയ്, കൺഗ്രാചുലേഷൻ, നിനക്ക് കൽക്കത്തയിലെ ജോലി റെഡിയായടാ. ഇന്ന് നീ ഇവിടുന്ന് പോയി നാളെ ജോയിൻ ചെയ്യണം. സോറി അമ്മേ, ഞാൻ കോയമ്പത്തൂർക്ക് പോവാ. അതെന്താടാ ലക്ഷക്കണക്കിനുള്ള ശമ്പളം വേണ്ടെന്ന് വെച്ച് കോയമ്പത്തൂർക്ക് പോകുന്നോ? നിങ്ങൾ കാശിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്റെ ജീവിതത്തെ പറ്റിയാ പറയുന്നത്. എനിക്ക് മഹാലക്ഷ്മിയെ ഒരുപാട് ഇഷ്ടമാണമ്മേ. അത് പറയാൻ വേണ്ടിയാ ഞാൻ കോയമ്പത്തൂർക്ക് പോകുന്നത്. മോനെ, ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. മഹാലക്ഷ്മിയാണ്. എടി, ആ ഗ്ലാസ് മേലോട്ട് കയറ്റിട്ടെ. ഇവൾക്ക് വെള്ളം കണ്ടാ പേടിയല്ലേ? വെള്ളം കണ്ടാ എനിക്ക് ഇപ്പൊ ഒട്ടും തന്നെ പേടിയില്ലമ്മേ. എന്റെ ഭയം മുഴുവൻ ജയിക്ക് കൊടുത്തല്ലോ. നാണമില്ലാതെ പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നേക്കോ ആ പെങ്കൊച്ചിനെ. അവൾക്കാ ബോധമില്ല. അവളെ തിരിച്ചു വിളിച്ചോണ്ടോന്ന് ഇവർക്കും ബോധമില്ലേ? നീ നമ്മുടെ വീട് വിട്ടു പോയപ്പോഴേ മാനവും മര്യാദ എല്ലാം പോയി. അകത്തേക്ക് വാ മഹാലക്ഷ്മി. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കച്ച. നടന്നു നോക്കെ നടന്നു. അവൾ അറിയാണ്ട് തെറ്റെയ്താ, നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റെയ്താ എങ്ങനെയാ മാമ? എന്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ അടിക്കോ വഴക്ക് പറയോ എന്തെങ്കിലും ചെയ്യ്. ഇതുപോലെ മിണ്ടാതിരുന്ന എന്നെ കൊല്ലല്ലേ അച്ഛ. അച്ഛ, എന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പറയച്ച പ്ലീസ്. നീ പോയ ദിവസം തൊട്ട് അച്ഛൻ ഒരാളോടും മിണ്ടിയിട്ടില്ലടേ. ഇപ്പൊ മര്യാദയ്ക്ക് കഴിക്കുന്ന പോലുമില്ല. അച്ഛ, എന്താ ചെയ്ത്? ഞാൻ ചെയ്ത തെറ്റിന് അച്ഛൻ എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? എന്റെ അടുത്ത് സംസാരിക്കച്ച പ്ലീസ് അച്ഛ. അച്ഛൻ എന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളും. പ്ലീസ് അച്ഛ, സംസാരിക്ക്. നിനക്കിനി കല്യാണമാകുന്നത് വരെ നിന്റെ അച്ഛൻ ഈ നാട്ടിൽ തലയോർത്തി നടക്കാൻ പറ്റില്ലടേ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇവളേക്ക് ഇനി ആര് കല്യാണം കഴിക്കാനാ? എന്താ എന്റെ മോനില്ലേ? ഒരു കഷ്ടം വരുമ്പോ കൂടെ ഇരുന്ന് പങ്കെടുത്തില്ലെങ്കിൽ അപ്പൊ പിന്നെ സ്വന്തം എന്തിനാ, ബന്ധം എന്തിനാ? എന്നാൽ എന്റെ മോനെ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ മോൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ? ചേച്ചി, ഞാൻ പോവാ. മാമാ, ഞാൻ പോയിട്ട് വരാം. അളിയ, എന്റെ മകളെ കൊണ്ട് നിങ്ങളുടെ മകനെ കല്യാണം കഴിപ്പിച്ചു കൊള്ളാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നിങ്ങൾ എനിക്ക് വാക്ക് തരാം, പക്ഷെ നിങ്ങളുടെ മകള് വേറെ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ മാനം പോകുന്നതിന് മുമ്പ് എന്റെ ജീവൻ ഞാൻ എടുത്തിരിക്കും. Don't worry, be happy. Be happy. ഫോൺ. ഹായ് മഹാലക്ഷ്മി. ജയ്, നിനക്കൊരു സർപ്രൈസ്. ആദ്യം വിളിക്കുന്നത് നിന്നെയാ. എന്റെ കല്യാണം ഫിക്സ് ആയി. 2 ദിവസത്തിനുള്ളിൽ എന്റെ അമ്മാവന്റെ മോനുമായിട്ട് കോയമ്പത്തൂരിൽ വെച്ച കല്യാണം. അച്ഛനെ അമ്മയും കൂട്ടിക്കൊണ്ടുവരണേ. പിന്നെ മറക്കാതെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തും പറയണേ. ശരി, ഓക്കെ, ഞാൻ വെക്കുവാണേ. ബൈ. എടി, നമ്മുടെ മോൻ നല്ല ഭാഗ്യവാനാടി. അവൻ വരുന്നുണ്ട്. എടാ ജയ്, നിന്റെ കോയമ്പത്തൂരിലേക്കുള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഞാൻ കൽക്കട്ടയ്ക്ക് തന്നെ പോവാച്ചാ. എന്താ മോനെ, മഹാലക്ഷ്മിയെ സ്നേഹിച്ചിട്ട്? സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല അമ്മേ, ലക്കും കൂടി വേണം. നിനക്ക് ഭാഗ്യമില്ലെന്ന് ആരാടാ പറഞ്ഞേ? ലക്കിൽ തന്നെ ബാഡ് ലക്കും ഗുഡ് ലക്കും ഉണ്ടച്ചാ. എനിക്കതിൽ ബാഡ് ലക്കാ കിട്ടിയത്. മോനെ ജയ്, ഒന്ന് പോടാ, ഒന്ന് പോടാ. എടാ ധനരാജേ, ജയ് കൽക്കട്ടയ്ക്ക് പോവാടാ. बदलापुर के लिए टीम 11 प्लेटफॉर्म क्रमांक 1 पर आ रही है। कोशिश और बदलापुर जा रहे हैं प्लेटफॉर्म नंबर 1।
ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താടാ ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടിയോ? ഹസീനയുടെ ആനന്ദിന്റെയും ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു ചേട്ടാ. ഡാടാ എന്റെ മോളുടെ ഇൻഫർമേഷൻ അല്ലടാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. സാലായ ദുഷ്മാൻ എന്റെ ശത്രുവിന്റെ ഇൻഫർമേഷനാ ഞാൻ ചോദിച്ചത്. എവിടുന്ന് കിട്ടാനാ ഇൻഫർമേഷൻ? എന്റെ കയ്യിലാണെങ്കിൽ ഇൻകമിങ്ങും ഇല്ല, അവരുടെ ആണെങ്കിൽ ഔട്ട് ഗോയിങ്ങും ഇല്ല. ഇവന്റെ എപ്പോഴും ബാലൻസ് ഉണ്ടാവില്ല. ഇവന്റെ ഫോണിൽ എപ്പോഴും ബാറ്ററി ഡൗണാ. ഈ മൊട്ടയുടെ ഫോണിലാണെങ്കിൽ സിഗ്നൽ ഒരിക്കലും കിട്ടില്ല. പിന്നെ എവിടുന്ന് ഇൻഫർമേഷൻ കിട്ടാനാ? ഡാടാ ഈ കാര്യം നീ നേരത്തെ പറയണ്ടായിരുന്നോ? ഞങ്ങൾ എങ്ങനെ പറയാനാ ചേട്ടാ? ഇരിക്കുന്ന ഒരു ഫോൺ എടുത്ത് ചേട്ടാ അകത്തു പോയില്ലേ? ആ ശരി ശരി ശരി. ആ ജയുടെ മുഴുവൻ ഇൻഫർമേഷനും എനിക്ക് ഇപ്പൊ തന്നെ കിട്ടിയേ പറ്റൂ. ജയുടെ മരണം ദൈവത്തിന്റെ കയ്യിലല്ലടാ, ഈ കരിമ്പായുടെ കയ്യിലാടാ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എന്തെടുക്കുക? എപ്പോ നോക്കിയാലും രണ്ടുപേരും കൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. ഇന്നാ ഇതില് ജയ് ശ്രീരാമാന്ന് 1000 പ്രാവശ്യം എഴുത്. എന്തിനാ നിനക്ക് നല്ല ബുദ്ധി കിട്ടിയാലേ സീതാറാമിന് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് നേർന്നിരുന്നു. ഞങ്ങളൊക്കെ എഴുതി, ഇനി നീ എഴുത്. നീ ഇവിടെ എന്തു നോക്കിയിരിക്കുക? വാ, നീയും കൂടി വന്ന് എഴുതാൻ നോക്ക്. ജയ് കൃഷ്ണായ വാസുദേവായ നന്ദനായ ജഗൽപദേ കാരുണ്യ സിന്ധോ കൃഷ്ണ ത്വമേവ ശരണം ദധാം. സോം ശ്രീരാമചന്ദ്രായ രാമഭദ്രായ ഹനുമാൻ. ഓം ഹനുമാനാഞ്ജനേയ സൂനൂർ വായുപുത്രോ മഹാബല രാമേഷ്ട ഫൽഗുണസഖ. നിങ്ങൾ എഴുതിയ പേപ്പറല്ലേ ഇതിനകത്ത് വെച്ചോളൂ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം നമഃശിവായ പാർവതീശപാവനാശന ഹരേ. ഓം ശ്രീരാമചന്ദ്രായ. ഓം. ഈ പേപ്പർ ആരാ മോളെ എഴുതിയേ? ഞാൻ തന്നെ എഴുതിയത്. എന്തുപറ്റി സ്വാമി? എല്ലാവരും ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് എഴുതിയപ്പോ നീ മാത്രം ജയ് ജയ് എന്ന് മാത്രം എഴുതി. ഇങ്ങ് തന്നേക്ക്, ഫുള്ളായിട്ട് എഴുതി തരാം. അത് കുഴപ്പമില്ല മോളെ. ജയ് എന്ന് എഴുതിയാലും ജയ് ശ്രീറാം എന്ന് എഴുതിയാലും അർത്ഥമല്ല ഒന്ന് തന്നെയാ. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ മാതായ പൂർണ്ണമേവ അവശിഷ്യതയും. എല്ലാവരും ആരെയും പൂവ് എറിഞ്ഞ് ആരതി എടുത്തോളൂ. ചേച്ചി ഇപ്പോഴും ജയെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്കെന്ത് വട്ടാണോ? ഞാനെന്തിനാ ജയനെ ലവ് ചെയ്യുന്നത്? ദൈവത്തിന്റെ പേരെഴുതാതെ ഈ പേരെഴുതി എല്ലാരും എന്താ വിചാരിക്ക? ശരി, അപ്പൊ അതെന്തായി കാണുന്നേ? കല്യാണ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നോളൂ. എത്ര നേരമായടി ഒരുക്കാൻ തുടങ്ങിയിട്ട്. പുറത്ത് ഒരുപാട് ജോലി ഇനിയും ബാക്കിയുണ്ട്. പയ്യന്റെ വീട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞു. വേഗം വാടി ഇങ്ങോട്ട്, വേഗം വാ. പെട്ടെന്ന് വരണേ മോളെ. അമ്മേ, എന്താ മോളെ? അമ്മയോടൊന്ന് ചോദിക്കട്ടെ, പറയൂ. എങ്ങനെയുള്ള പയ്യനെ കല്യാണം കഴിച്ചാലാ ഒരു പെണ്ണിന് ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നേ? പറയമ്മേ. മനസ്സിലാക്കുന്നതിൽ അവൻ അമ്മയായിരിക്കണം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ അച്ഛനായിരിക്കണം. കഷ്ടപ്പാടിൽ അവൻ സ്നേഹമുള്ളവനായിരിക്കണം. അതിനെല്ലാം മേളിൽ അവൻ നമുക്ക് വേണ്ടി ജീവൻ കളയുന്നവനായിരിക്കണം. മോളെ മഹാ, അങ്ങോട്ടൊന്നും പോകല്ലേ. വാ 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 വാ. മഹാലക്ഷ്മി ഇവിടെ ഇരിക്കേ. കേറിയിരിക്കേ.
ഇന്നാ തിരുമേനി വേറെ എന്തെങ്കിലും വേഗം ആവശ്യമുണ്ടോ? വരൂ, അവിടെ ഒരുപാട് ആ ജോലിയുണ്ട്. ശരി. ജയ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ജയ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ജയുടെ മനസ്സിൽ ഞാനുണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ മഴ പെയ്യണം. മഹാലക്ഷ്മി ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മഹാലക്ഷ്മിയുടെ മനസ്സിൽ ഞാനുണ്ടോ? അവൾ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മഴ വരണം. ജയനോട് ചേച്ചിക്ക് ഇത്രയും സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ എങ്ങനെ സാധിക്കും ചേച്ചി? ചേച്ചിയുടെ കണ്ണിന് ഇത്രയും കണ്ണീര് വരുത്തിയിട്ട് ചേച്ചി മഴയോടാണോ പോയി ചോദിച്ചത്? പോയിക്കോ ചേച്ചി, ചേച്ചി വേഗം പോയിക്കോ. ഈ മഴ തോരും മുൻപ് ചേച്ചി ജയുടെ അടുത്ത് എത്തണം. ഒരു പ്രാവശ്യം കല്യാണ പന്തലിൽ നിന്ന് പോയി തെറ്റ് ചെയ്തവളാ അച്ഛന് അപമാനം വരുത്തി വെച്ചത്. ഇനി അച്ഛനെ ആരുടെ മുമ്പിൽ തലകുനിച്ച് നിർത്താൻ പാടില്ല. അതിനുവേണ്ടി എന്റെ ജീവിതം പോയാൽ സാരമില്ല. നിനക്ക് എന്താ ഭ്രാന്താണോ? ആരുടെ ലവിന് വേണ്ടിട്ട് നിന്റെ കല്യാണം മുടക്കി അവന്റെ കല്യാണത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എന്നിട്ട് നിന്റെ സ്നേഹം നീ ത്യാഗം ചെയ്യാൻ വേണ്ടി പോവാണോ? ചേച്ചി ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും ചേച്ചി ദുഃഖിക്കേണ്ടി വരും. വേഗം പോ. I love you, മഹാലക്ഷ്മി. I love you, Jay.
ദാ ഹട്ന. ദാ എന്റെ മോൾക്ക് ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്ത് നല്ല കാര്യമാണ് നീ ചെയ്തത് മോനെ. താങ്ക് യു സോ മച്ച്. ഞാനാണ് അത് ചെയ്തതെന്ന് വിചാരിച്ച എന്റെ ഹൈക്കമാൻഡ്, ഞാനൊരു ഉത്തമനാണെന്ന് വിചാരിച്ച് അവരെനിക്കൊരു MP സീറ്റ് തന്നിരിക്കടാ മോനെ. യാ ഖുഷിക്കെ ബാത്തെ. ഞാൻ വരട്ടെ മക്കളെ. എടാ ഇനി എന്താടാ ഇവിടെ കാണാനുള്ളത്? MP സീറ്റ് കിട്ടിയതുകൊണ്ട് നമുക്കൊരു പാർട്ടി നടത്താടാ. അതിനുള്ള ഏർപ്പാടൊക്കെ നോക്ക്. ആ വാടാ വാടാ, എല്ലാവർക്കും പാർട്ടി കൊടുക്കണം. വാടാ. ചേച്ചിയുടെ സ്നേഹം ത്യാഗം ചെയ്യാൻ വേണ്ടി പോവാണോ? ഓ ചേച്ചി ചെല്ല്. ഞാൻ എത്ര പറഞ്ഞാലും കേക്കില്ല അല്ലേ? വിഷമിക്കാതെ മോളെ. മോളെ മഹാലക്ഷ്മി, എന്താ ഇത്? എന്നോടുള്ള കടപ്പാട് കൊണ്ട് നിന്റെ പ്രേമത്തെ എന്തിനാ ത്യാഗം ചെയ്യുന്നേ? എതിർത്ത് നിൽക്കുന്ന രണ്ടുപേരും ഒരുമിക്കുന്നതും നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്നവരെ പിരിക്കുന്നതും, നിങ്ങൾ രണ്ടുപേരെയും രണ്ടാക്കി ഞാൻ നിങ്ങൾക്കൊരിക്കലും എതിരാവില്ല. നീ പോ മോളെ, സന്തോഷത്തോടെ നീ പൊക്കോളൂ. ജയ്യുമായിട്ട് നീ പോയി ജീവിക്കേ. പൊക്കോ മോളെ, നന്നായി വരും. മാമ, നിങ്ങളുടെ മേലെ ഒരു കുറ്റമില്ല. മനസ്സുകൊണ്ട് ചേർന്നവരെ ഒന്നിപ്പിച്ചത് നല്ല കാര്യമാ ചെയ്തേ മാമ. നിങ്ങൾ ചെല്ല്. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഇത്തവണ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. കരിമ്പായി എന്തിനാ പിന്നെ വരുന്നത്? ആ കരിമ്പായിക്ക് ഒരു MP സീറ്റ് കിട്ടിയെന്ന് ഞാൻ വെറുതെ കള്ളം പറഞ്ഞു. അത് അവര് മനസ്സിലായെന്നാ തോന്നുന്നേ. ഓടിക്കോളാം. നിക്ക. Might have listened to a thought was